അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്ക് ആയതിനു ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും എന്തെങ്കിലും വടിയെടുത്ത് ഓടിയാവും വന്ന് എൻ്റെ കാലിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കും. അപ്പം ഞാൻ സമ്മതിക്കില്ല, അവൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവരിങ്ങനെ വാടക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇല്ല ഇല്ല ഇല്ല, അത് വേണം വിട്ടിട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര അടുപ്പായി. അപ്പോൾ ഇവനെ പല അടികളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമ്മൾ അർജുൻ അന്ന് ഡ്യൂപ്പും ഉണ്ടായിരുന്നു, വേറെ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഡ്യൂപ്പ് ചാടാനും കാരണം അർജുൻ മെയിൻ ഒരു ഇതായതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചില സമയത്ത് ജമ്പ് ചെയ്യണൊക്കെ മറ്റേ ഡോഗായിരിക്കും. അപ്പൊ അർജുൻ വലിയ കാരണം വെച്ചാൽ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവന് ഈ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചെവിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതാവും, പിന്നെ ഇങ്ങനെ നെക്കരിക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓടുകയാണെങ്കിൽ അവൻ്റെ ഓട്ടം. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് മറ്റേ ഇതിനെ പിടിക്കാൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറലൊക്കെ അല്ലേ. അപ്പോഴൊക്കെ ഞാൻ ഇവൻ ഭയങ്കര ഇതാണ്. അതുപോലെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചു. സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാനും അർജുനും കൂടി ഒരു ജനലിൻ്റെ അവിടെ കിടന്ന് താഴെ ഭാവനയും മറ്റേ നായും കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടുള്ള വിഷയം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ അതുമാ പോവും എന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കി അർജുൻ വന്നു. അവന് കൊണ്ടുവന്ന് ഇങ്ങനെ എന്നൊക്കെ പാത്തിർണോ അങ്കേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവർ പറഞ്ഞിട്ടൊക്കെ ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരിക വന്ന് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ടേക്ക് റെഡിയായി. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളല് ബഹളം നോക്കല്, അത് ലാസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം വരെ ഉണ്ട്. അത് അങ്ങനെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്റർകട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഷോട്ട് കഴിഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ ഷൂട്ടിംഗ് ഇല്ല. അതുപോലെ തന്നെ ഒരു സീക്വൻസ് ആയിരുന്നു. അവിടെ വേറെ ആൾ വന്ന് ആ ഫ്ലാറ്റിൽ കയറുന്നത് അർജുൻ കണ്ടിട്ട് പുസ്തകം വായിച്ചിരിക്കണ എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ആ സീക്വൻസ് ഇതുപോലെ തന്നെ നമ്മൾ ഹാഫ് ഡേ എന്തായാലും സമയം എടുക്കും, കാരണം വന്ന് എന്നെ ഷർട്ട് പിടിച്ചിട്ടൊക്കെ അല്ലേ. അപ്പോൾ ആ സമയത്ത് ട്രെയിനർ കൊണ്ടുവന്നു കാണിച്ചു, അതിൻ്റെ വായിൽ ഇത് കടിച്ച് ഇതാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ടേക്ക് കറക്റ്റായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം സിനിമയെ കാണുന്ന ഷോട്ടിൽ നേരെ വന്നു പിന്നെ വലിച്ച് അതൊക്കെ നമ്മൾ അന്തം വിട്ടുപോകും. പവി കെയർ ടേക്കറിൽ ഒരുപാട് സീക്വൻസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ചെയ്യാൻ പറ്റാത്ത സീക്വൻസിൽ നായ്ക്കൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒത്തു കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതെന്തോ ആ സമയത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കാന്ന് പറയില്ലേ, ഇവൻ അങ്ങനെ ബിഹേവ് ചെയ്യണ സീനുണ്ട്. ഇപ്പം ഞാൻ അതിനകത്ത് പോയിട്ട് ഒരാളെ അന്വേഷിക്കുന്ന സമയത്ത് ആളും വരിക എൻ്റെ കൂടെ, ആളും പോയി നോക്കണ്ട്, ആളവിടെ കണ്ടില്ല, പുള്ളിക്കും ഭയങ്കര ടെൻഷനില്ല പുള്ളി എന്നൊക്കെ പറയുന്നത്. അതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു അത്ഭുതം കാണുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അത് പിന്നത്തെ ഈ ബ്രോയും ഞാനും തമ്മിലുള്ള റിലേഷൻ പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയാം, ഇപ്പൊ പറയുന്നില്ല. ആണല്ലേ, അത്രയും തന്നെ പറയാനുണ്ട്, അത്രയും കാര്യമായിട്ട് പറയാൻ. ശരിക്കും നമ്മൾ ഇമോഷണലി വല്ലാണ്ട് കൊണ്ടുപോകുന്ന ഒരു പെറ്റ്സുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവും, ശരിക്കും കണക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഷൂട്ട് വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ ഈ ഒരു മൂവി മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞ മറ്റു 3 പേരുടെയും വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ സിനിമ പാക്കപ്പ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ദിലീപണ്ണ ഒരു വല്ലാത്തൊരു വിഷമം ഇവരെ വിട്ടു പോകുന്നതിൽ ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? കാരണം ഇവരെത്ര ഈ ബ്രോയുടെ കാര്യത്തില് ശരിക്കും പറഞ്ഞാല് ബ്രോയിനെ നമ്മൾ വാങ്ങിച്ചതാണ്. അതെ, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ കഥ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഒരു നായ്ക്കുട്ടീനെ എവിടെ നിന്ന് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു നമുക്കൊരെണ്ണത്തിനെ വാങ്ങാം. എന്നിട്ട് അതിന് 6 മാസമുള്ളൊരു നായ്ക്കുട്ടിനെ വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിന് ബ്രോ എന്ന് വിളിച്ചാണ് അതിന് അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ബാക്കിയെല്ലാം മറ്റുള്ള ഒരുപാട് ട്രെയിൻ ഡോഗ്സ് ആണ് ശരിക്കും. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ വരവ്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അതങ്ങ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് കാരണം ബൈക്കിന്റെ പുറകിൽ നിന്ന് വരിക, ബൈക്കിൽ ചാടി കയറുക എന്നൊക്കെ പറയണത് നല്ല ടാസ്ക് ഉള്ള പരിപാടികളാണ്. അതെ, അതൊക്കെ അത്ര സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ സക്സസിനെ കുറിച്ച് ഇന്നിപ്പം എല്ലാവരും സിനിമ കാണുന്നവർ അവരുടെ വീടുകളിലിരുന്നോലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്നോട്ടോ ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എടാ നീ പുതിയ മൂവി കണ്ടോ, അങ്ങനെ എല്ലാവരും സംസാരിക്കും. ഞാൻ വേറൊരു നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വേറൊരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞു
കേട്ടിട്ടുണ്ട് സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിറങ്ങിയ അതോടെ നിർത്തണം സിനിമയുടെ അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ആ മൂവി ഫെയിലിയർ ആയാലോ അത് നമ്മൾ നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കോ നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഒരു സംസാരത്തിനിടയിലേക്കോ ആ സിനിമ കൊണ്ടുവരരുത്, അത് കഴിഞ്ഞു എന്ന് വെക്കണം എന്ന് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേണ്ണെ സംബന്ധിച്ച് ദിലീപേണ്ണ എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും വിജയവും ഒക്കെ നമ്മുടെ മനസ്സിനെ തൊടുന്ന കാര്യം തന്നെയാണ്. വിജയം എന്ന് നമ്മൾ ആ ഒരു എവറി ഫിലിം എന്ന് പറയുന്ന എനിക്കൊരു മിഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. ആ മിഷൻ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പക്ഷെ നമ്മൾ 100% അതിനോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഫെയിലിയറായ സങ്കടം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമ നമ്മൾ ഒരുപാട് കാണുമ്പം ചില സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ ഒരു ആക്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സിനിമകളിൽ ആ ആക്ടർ ഇല്ലെങ്കിൽ വേറൊരു ആക്ടർ ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പൊ ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ശ്രമങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിലും കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ആ ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപേണ്ണെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും നിന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്നും ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോ? ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊരു എന്താ പറയുക ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു.